പരിപാടിയെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. വാട്സപ്പ് എന്ന സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. നമ്മുടെ സാഹിത്യ ലോകത്ത് നിന്ന് വിട്ടുപോയ തൊട്ടതെല്ലാം പൊന്നാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട MT, അതുപോലെ നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ, വിമർശന സാഹിത്യത്തിലെ അഗ്രഗണ്യനായി പ്രവർത്തിച്ച മാർസി എന്നിവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഒരു നിമിഷം അനുശോചനം. എങ്കിലും വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകരും അനധ്യാപകരും അടങ്ങുന്ന ഒരു കൂട്ടായ്മയുടെ മൂന്നാമത്തെ സംഗമമാണ് ഇന്ന് പറ്റിയിട്ടുള്ളത്. ഇന്നത്തെ സംഗമത്തിനുള്ള ഒരു പ്രത്യേകത, ഈ സ്കൂളിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന, അതായത് ആദ്യഘട്ടത്തിൽ എല്ലാ ബാലാരിഷ്ടതകളും നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം, ഈ ഇരിക്കുന്ന ദാമോദരൻ അടിയോടി ലക്ഷ്യമായിരിക്കുന്ന കാലഘട്ടത്തിൽ ജോലി ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കൊണ്ടേങ്കൽ സ്വദേശി PT പ്രഭാവതി ടീച്ചറുടെ സാഹിത്യ ലോകത്തിലേക്കുള്ള ഒരു കാലെടുപ്പ്, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നുള്ള നിലയിൽ ഒരു കഥാപുസ്തകം നമ്മുടെ സാഹിത്യ ലോകത്തിന് കിട്ടി എന്നുള്ള സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടി ആ പുസ്തകം ഈ ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്യണമെന്ന് പറയുന്ന ടീച്ചറുടെ ഒരു വലിയ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ചേർന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ടീച്ചർ ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് ഞങ്ങളെ സമീപിച്ചത്. CP രാജഗോപാലിനെയാണ് സമീപിച്ചത്. രാജഗോപാലിനോട് ഇല്ല, ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടാവും. അപ്പം ആ രീതിയിൽ മറ്റുള്ളവരെ വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ടീച്ചർ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. സാധാരണ നിലയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. ടീച്ചർക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ചോ, അല്ലെങ്കിൽ കണ്ണൂർ വെച്ചോ, അല്ലെങ്കിൽ പയ്യന്നൂർ ഗാന്ധി മൈതാനിയിൽ വെച്ചോ ഒക്കെ ഇത് പ്രകാശനം ചെയ്യാനുള്ള അവസരം ധാരാളമുണ്ട് നമുക്കറിയാം. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് തൻ്റെ സഹപ്രവർത്തകരുടെ, തൻ്റെ ആദ്യ സ്കൂള് ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങോടെ സംഘടിപ്പിക്കാൻ തയ്യാറായി. മിക്കവാറും ഒരു 90% ആൾക്കാരെയും വിളിച്ചിരുന്നു. പക്ഷേ ഫോണിൽ ആരെയും കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. 5 പ്രാവശ്യമൊക്കെ വിളിച്ചാൽ മാത്രമേ ഒരാളെ ലൈനിൽ കിട്ടുള്ളൂ. തിരക്കാണ്. പലരും ഒരു സന്തോഷമല്ലുള്ളത്, നമ്മുടെ സ്കൂളിൽ നിന്ന് പിരിഞ്ഞുപോയ പല ടീച്ചേഴ്സും വളരെ നല്ല രീതിയിലുള്ള ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ്. പലരും നാട്ടിലില്ല, പലരും മക്കളുടെ സ്ഥലത്തും വിദേശത്തും അമേരിക്കയിലും അവിടെയും ഇവരൊക്കെ തന്നെയാണ്. ഇപ്പോഴും ഒരു ഓട്ട മത്സരത്തിന് വെള്ളൂർ നടക്കുന്ന സുവനീറുകളിലെല്ലാം സജീവ സാന്നിധ്യമായിരിക്കുന്ന ഒരുപാട് വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള പലരുടെയും അധ്യാപിക കൂടിയാണ്. പ്രശാന്തിൻ്റെ ഒക്കെ അധ്യാപികയാണ്, മുരളിയുടെ ഒക്കെ അധ്യാപികയാണ്. അപ്പോൾ ഇവിടുന്ന് പിന്നീട് ടീച്ചർ ഡയറ്റിലേക്കും PTA മറ്റ് സ്കൂളുകളിലേക്കൊക്കെ ട്രാൻസ്ഫറായിട്ട് പോവുകയാണ് ചെയ്തത്. നിരവധി വർഷം നമ്മുടെ അടിയോടി മാഷിൻ്റെ കീഴിൽ തന്നെ ഇവിടെ വർക്ക് ചെയ്യുകയും ഒരു നല്ല ഫിസിക്സ് അധ്യാപിക എന്നുള്ള ഒരു പേരെടുത്തുകൊണ്ടാണ് ഇന്ന് ടീച്ചർ സ്ഥലമാറ്റം വാങ്ങിയത് പറയുന്നു. എല്ലാവരും പറയും ഇവിടെ വെച്ച് ഞാൻ കൂടി പറയുമ്പോൾ ആ ഒരു ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ വിദ്യാലയത്തിൽ വെച്ച് ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിന് അതിനെ ടീച്ചറോട് ഞാൻ നന്ദി പറഞ്ഞതാണ്. ഈ ചടങ്ങിൽ ടീച്ചർ പങ്കെടുക്കുന്നത് വളരെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സമർപ്പിച്ചു. എല്ലാവരെയും പുറത്തുകൊണ്ട് ഈ സ്കൂളിൻ്റെ മൊത്തം കാലത്ത് ചാർജിലുണ്ടായിരുന്ന ദാമോദരൻ അടിയോടി മാഷ് എൻ്റെ ഉദ്ഘാടകനായിട്ടുണ്ട്. അതുപോലെ വിദ്യാർത്ഥിയായ പ്രശാന്ത് കുമാർ ഇവിടെ നമ്മുടെ പുസ്തകം പരിചയപ്പെടുന്നുണ്ട്. ആദ്യകാലത്ത് അധ്യാപികയായിരുന്ന പ്രഭാവതി ടീച്ചറുണ്ട്.
ഭവാനി ടീച്ചറുണ്ട്, പ്രിൻസിപ്പാൾ ജയന്തനുണ്ട്, എച്ച് എം ദീപ ടീച്ചറുണ്ട്. എല്ലാവരും ഈ സാഹിത്യത്തിൽ നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കള്ളൂർ കൂട്ടായ്മയുടെ കനി എന്ന കൂട്ടായ്മയുടെ മൂന്നാമത്തെ സംഘവുമായി കണക്കാക്കിയാണ് നമ്മളൊരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ജയന്തരം ഇ പി രാജഗോപാലൻ മാസ്റ്ററുടെ, അതുപോലെ ഈ സ്കൂളിലെ ഒരു അധ്യാപികയെ പറ്റി എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു ഈ പ്രദേശത്തെ ജനങ്ങളുടെ നിലപാട്, കുടുംബജീവിതം എങ്ങനെ കരിപ്പിടിപ്പിക്കപ്പെട്ടു എന്ന് ഉള്ള ഒരു അനുസ്മരണം കൂടിയാണ് ടീച്ചറുടെ ഈ കഥകളിൽ നാം കാണുന്നത്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പുരോഗതിയാണ് കഥകളിലൊക്കെ കണ്ടിട്ടുള്ളത്. ആദ്യ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള സമ്പന്നർ മിക്കവരും മലകളിലേക്ക് പോയി കൃഷി ചെയ്ത്, കുരുമുളക് കൃഷി ചെയ്ത് പണം സമ്പാദിച്ചവരായിരുന്നു. മിക്കവാറും ഇവിടെയുള്ള പ്രമാണിമാർക്കൊക്കെ തന്നെ കിഴക്ക് സ്ഥലം പാട്ടത്തിനെടുത്ത് കുരുമുളക് കൃഷി ചെയ്തവരൊക്കെ പെട്ടെന്ന് തന്നെ സമ്പന്നരായി ഈ പുരോഗതിയിലേക്ക് വരികയാണ്. പക്ഷെ അങ്ങനെ റബ്ബർ വെച്ചവരുണ്ട്, കുരുമുളക് വെച്ചവരുണ്ട്. അവരൊക്കെ വളരെ സമ്പന്നരായി തന്നെ ഇവിടെ പയ്യന്നൂർ പ്രദേശത്ത് നിലനിന്നിരുന്നു. അപ്പൊ അങ്ങനെ ആ പുരോഗതിയുടെ നാഴികൾ, അധ്വാനിക്കാൻ തയ്യാറായി വന്ന ഒരു കുടുംബനാഥന്റെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് ടീച്ചർ ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ കുടിയേറ്റത്തിന്റെ, പ്രത്യേകിച്ച് ഞങ്ങളെ പോലെ തെക്ക് നിന്ന് വന്ന ഞങ്ങളെ പോലെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റം ഒരു ജീവിതമാർഗം തന്നെയായിരുന്നു. മണ്ണിൽ അധ്വാനിക്കുവാൻ നാട്ടിൽ നിന്നും ഇവിടെ മിക്കവാറും കിഴക്കൻ പ്രദേശങ്ങളിൽ കുടിയേറിയവരൊക്കെ മണ്ണിനോട് മല്ലടിക്കാൻ തയ്യാറായാണ്. അങ്ങനെയാണ് സമ്പന്നരായാലും ആ ഒരു കുടിയേറ്റത്തിന്റെ കാലഘട്ടമാണ്. അപ്പൊ അതൊരു കുടിയേറ്റത്തിന്റെ കാലഘട്ടത്തിൽ നിന്നാണ് നാം ഇന്ന് രാജ്യങ്ങളിലേക്ക്. കുടിയേറ്റം എന്നും സമ്പത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ്. കുടിയേറിയവർക്കൊക്കെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവരുടെ ദുശീലങ്ങൾ കൊണ്ടോ കുറവുകൾ കൊണ്ടോ ആയി സംഭവിച്ചായിരിക്കും. മറ്റവരൊക്കെ മുന്നോട്ട് വളരെയധികം പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത്തരം ആ ഒരു പശ്ചാത്തലം, 60 കൊല്ലം മുമ്പുള്ള ഒരു പശ്ചാത്തലം തുടങ്ങിയ കഥ, അതുപോലെ ടീച്ചറുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളാണെന്ന് തോന്നുന്നു മിക്കവാറും എല്ലാ കഥകളും തന്നെ. അത്തരം ഒരു കഥയിലൂടെ പോകുമ്പോൾ നമുക്ക് ഈ മലബാറിനെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ അനുസ്മരിക്കാനുള്ള ഒരു അവസരം കൂടി, പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്ക് സംബന്ധിച്ചിടത്തോളം കഥ വളരെ കുടുംബ പശ്ചാത്തലത്തിൽ വളരെ നല്ല രസകരമായി തോന്നുന്ന കഥകളാണ്. അപ്പൊ ടീച്ചറോട് ടീച്ചറുടെ കഥകളെ സംബന്ധിച്ച് നമുക്കിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ ടീച്ചറുടെ കുറച്ച് ബന്ധുക്കളുണ്ട്. അതുപോലെ നമ്മുടെ പഴയ അധ്യാപകരെ പൂർണ്ണമായി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും അവരൊക്കെ എന്നെക്കാൾ പ്രഗത്ഭരായ അധ്യാപകരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ ടീച്ചറുടെ പുസ്തകത്തെ പറ്റിയോ അല്ലെങ്കിൽ ടീച്ചറെ പറ്റിയോ കുറിച്ച് സംസാരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അധികം സംസാരിക്കുന്നില്ല. ടീച്ചർ ഇനിയും ഒരു ചെറുകഥയുടെ സമാഹാരം മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. ഇനിയും ടീച്ചർ പുതിയ കഥകൾ, അതുപോലെ നോവൽ ഒക്കെ ഒരു മിനിറ്റ് കൊണ്ടിരിക്കും. കാരണം രക്തത്തിൽ പഞ്ചസാരയുണ്ട്, വയറ്റിൽ ഗ്യാസ് ഉണ്ട്. അങ്ങനെ ഈ കിഡ്നിയിൽ അമൂല്യമായ കല്ല്, ഇതെല്ലാം തന്നെ സമ്പന്നതയ്ക്ക് ഉദാഹരണമാണല്ലോ. ഞാനൊരു തമാശ പറഞ്ഞതാണ്. അപ്പോൾ എവിടെ നോക്കിയാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞു പുസ്തകം വായന കുറവാണെന്ന്. പുസ്തകം
വായിക്കാനുള്ളതായ സദസ്സുണ്ടെങ്കിലും അവിടെ ഒന്നും ഒറ്റ യുവാക്കളെയും കാണില്ല, ചെറുപ്പക്കാരൊന്നും കാണില്ല. അപ്പോൾ വായന ചെറുപ്പക്കാരിലേക്ക് വരാൻ എന്ന് വിളിക്കുന്നില്ല എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടാവാം. അത് മറ്റൊന്നും കൊണ്ടല്ല, പ്രഭാവതി എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ്. അപ്പോൾ ചെറുപ്പകാലം മുതലേ വിളിക്കുന്ന, സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ഒരു പേര് പ്രഭാവതി എന്ന് ഞാൻ അഭിസംബോധന ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചെറുപ്പക്കാരനായ പോലെ തോന്നുന്നു എന്നുള്ളതിന് എനിക്കിപ്പോൾ 2 വരി ഓർമ്മ വരികയാണ്. മഹാകവി കവി പി കുഞ്ഞിരാമൻ നായരുടെ ഷഷ്ടിപൂർത്തി വേളയിൽ രജി ശിരോമണി സഞ്ജയൻ ഒരു സന്ദേശം അയക്കുകയുണ്ടായിട്ടുണ്ട്. അതെന്താണ് ആ വരികൾ? വരുന്നുണ്ട് ഷഷ്ടിപൂർത്തി, തെരുവ് തണ്ടും ദുഷ്ടമൂർത്തി, വടിയെടുത്തടിക്കുവിനവരവേഗം. അതായത് പ്രായം ഇങ്ങോട്ട് അടുപ്പിക്കറ്, അടിച്ച് ഓടിക്കണം പ്രായത്തിലെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ പുസ്തകത്തെപ്പറ്റി പരിചയപ്പെടുത്താൻ ഇവിടെ പ്രശാന്ത് മാഷുണ്ട്. അദ്ദേഹം അത് വളരെ ഗംഭീരമായിട്ട് നിറവേറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാനൊന്ന് കണ്ണോടിക്കുക മാത്രമാണ് ചെയ്തത്, ആഴത്തിൽ വായിച്ചിട്ടില്ല. അത് ആഴത്തിലും പരപ്പിലും വായിച്ചാൽ ജീവിത രീതികൾ, സംസ്കാരം, കാലവിസ്മൃതിയിൽ ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും ആണ്ടിരിക്കുന്നതുമായ ആചാരങ്ങൾ, അനുഭവങ്ങൾ എന്നിവയെല്ലാം കോർത്തിണക്കിയ രചനയാണ് നെരിക്കാട്ടിലേക്ക് എന്ന പുസ്തകം. ഉപയോഗിച്ചിട്ടുള്ള നാട്ടുഭാഷ, തനതായ ശൈലി, ഒഴുക്ക് തുടങ്ങിയവയെ കൊണ്ട് സമ്പന്നമായ മനോഹരമായ ഒരു പുസ്തകം. ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാൻ ജിജ്ഞാസ ഉളവാക്കും. അപ്പോൾ ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത് പുസ്തകം എഴുതുമ്പോൾ 70 വയസ്സായിട്ടില്ല. 70 വയസ്സിൽ ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത് മലയാളത്തിൽ അങ്ങനെ ഒരു വലിയ ഭാഗ്യം ചെയ്തൊരു എഴുത്തുകാരുണ്ട്. 70 വയസ്സിൽ എഴുതിയിട്ട് ആ കാലത്ത് ഏറ്റവും വലിയ എഴുത്തുകാരിയായ ഒരാളാണ്. നമ്മൾ വിചാരിക്കും 70 വയസ്സിൽ എഴുതണം, നമ്മുടെ കാലം കഴിഞ്ഞു പോയി, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ നമുക്ക് ഇനിയും അല്ലേ, എവറസ്റ്റ് ആട് ഉള്ള കാലത്തോളം അത് നമ്മളെ ഭ്രമിപ്പിക്കുന്നു എന്ന് പറയാനാണ്. എവറസ്റ്റ് കീഴടക്കിയ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്താ പിന്നെയും തോറ്റി പിന്മാറും? ഒരാൾ വീണുപോയി, ഒരാൾ മരണപ്പെട്ടു. അപ്പോഴും പകുതി കയറിയ ആളുകൾക്ക് സ്വീകരണം കൊടുക്കുകയാണ്. സ്വീകരണം കൊടുക്കുമ്പോൾ എല്ലാവരും ടെൻഷൻ, ഒരു സ്വീകരണം കൊടുക്കുന്ന വഴിയിൽ ചോദിച്ചു, നിങ്ങൾക്കിത് മര്യാദ, കാരണം കുറേ പരാജയപ്പെട്ടു, പകുതി വഴിക്കെത്തി വീണ് പോകുന്നു. അപ്പോൾ പുറകിലേക്ക് ചൂണ്ടിയിട്ട് അവർ പറഞ്ഞില്ല, മതിയാക്കൂല, ബിക്കോസ് എവറസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ കൊടുമുടി അവിടെ ഉള്ള ഒരു കാലത്തോളം നമുക്ക് പരാജയപ്പെട്ട് പിന്മാറാൻ സാധിക്കില്ല എന്നൊരു തിരിച്ചറിവിലാണ് നമ്മൾ വീണ്ടും പക്ഷെ ഇത്തരത്തിലുള്ള സർഗാത്മകമായ രചനകളിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേര് ദേവകി നിലയങ്കോട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദേവകി നിലയങ്കോട് മാതൃഭൂമിയിൽ എഴുതാൻ തുടങ്ങിയ കാലത്ത് അവരുടെ പ്രായം 70 വയസ്സാണ്, 60കളുടെ ഒടുവിൽ. അപ്പോൾ അവിടെ നിന്നാണ് അവർ മലയാളത്തിലെ ഏറ്റവും സർഗധരരായ എഴുത്തുകാരുടെ ഒരു പട്ടികയിലേക്ക് അവർ കയറിയത് തൻ്റെ ഈ 70 വയസ്സോടെടുക്കുന്ന വേളയിലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് തൻ്റെ 93-ാം വയസ്സിൽ മരണപ്പെട്ടത്. അപ്പോൾ ടീച്ചർ എഴുതി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ടീച്ചർ തന്നെ പറയുന്നത് ഇത് പുതിയ കഥകളല്ല, കുറച്ച് മുമ്പേ എഴുതുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കീഴടക്കാൻ ഒരു എവറസ്റ്റ് ഉണ്ട് എന്ന ഒരു വലിയ ബോധം ഉള്ളിലുണ്ടെങ്കിൽ, നമുക്ക് ചെയ്തു തീർക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അക്ഷരം കൊണ്ട് ധ്യാനിക്കുക, എഴുതുക, വായിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ടീച്ചർ തൻ്റെ ഓർമ്മകളിലൂടെയാണ് ഈ കഥകളെ കൊണ്ടുപോകുന്നത്. എല്ലാ എഴുത്തുകാരും ഓർമ്മകളിലൂടെ തന്നെയാണ്. ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും ഒടുവിൽ എഴുതിയ അബ്ദുൽ മാഷയുടെ അല്ലാഹുലിംബറുടെ കൃതി ഭൂതകാലത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ്. മരണവംശം ഷാജി കുമാറിൻ്റെ നോവൽ.
വനം പോലുള്ള നോവലുകൾ. ഇത് ഭൂതകാലത്തിൻ്റെ ഓർമ്മകളെ നമ്മുടെ കാലത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. ടീച്ചർ ചെയ്യുന്നതും അങ്ങനെ തന്നെ. 5 കഥകളാണ് ഇതിനകത്ത് ഉള്ളത്. ഈ 5 കഥകളും ടീച്ചറുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അനുഭവവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന 5 കഥകൾ തന്നെയാണ്. ഈ 5 കഥകൾ ഓരോരോ കഥയിലും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചതി, നരിക്കാട്ടിലേക്ക്, ഒരേയൊരു മാല, ഒരു ബസ് പാർക്ക് കാർണിൽ, 12 മുതൽ 3 വരെ, ഇങ്ങനെയുള്ള 5 കഥകളുടെ ഒരു ലഘു സമാഹാരമാണ് ടീച്ചറുടെ നരിക്കാട്ടിലേക്ക് എന്ന് പറയുന്നൊരു പുസ്തകം. അതിലൂടെ ദാമോദരൻ മാഷ് പറഞ്ഞതുപോലെ ഓർമ്മകൾ, പഴയകാലത്തെക്കുറിച്ചുള്ള ചില വിചാരങ്ങൾ, വിചാരണകൾ. അപ്പം ടീച്ചർ അങ്ങനെ ഒരു വളരെ വൈവിധ്യമാർന്ന നിലയിൽ, ഏതെങ്കിലും നിലയിൽ പരമ്പരാഗതമായ ഒന്നിനെ ഒന്ന് ആദ്യമിട്ട് അടിക്കണമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ അറിയാതെ അടിച്ചു പോകുന്നുണ്ട്. വളരെ നിർനിമേഷയായി നിസ്സംഗതയോടുകൂടി താൻ ജീവിച്ച ഒരു കാലത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ടീച്ചർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ ഇനിയും എഴുതണമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ടീച്ചർ എഴുതുമ്പോൾ ഭൂതകാലം അതിൻ്റെ ഓർമ്മകൾ മാത്രമല്ല, അന്നത്തെ ആചാരങ്ങൾ, നമ്മൾ ഇന്ന് ഒരുപക്ഷെ അടിക്കുറിപ്പൊക്കെ വേണ്ടി വരുന്ന ആചാരങ്ങളെക്കുറിച്ച്, വാക്കുകൾ, അല്ലെങ്കിൽ അന്നത്തെ വ്യവഹാരങ്ങൾ, പ്രത്യേകിച്ച് നാം കാണേണ്ട ഒരു കാര്യം, അന്നത്തെ ജീവിത വ്യവഹാരങ്ങളുടെ ഒരു അടിത്തട്ടിൽ മനുഷ്യൻ എങ്ങനെയാണ് നിലനിന്ന് പോയത്, എങ്ങനെയാണ് അതിജീവിച്ചത് എന്ന് വളരെ കൃത്യമായി ടീച്ചർ പറയുന്നുണ്ട്. അത് ഇപ്പോൾ ടീച്ചറുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് ടീച്ചർ പറയുന്നതെങ്കിൽ കൂടി എങ്ങനെയാണ് അവർ സമ്പത്തിനുടമയായി തീർന്നത്, എങ്ങനെയാണ് അവർ കർഷകരായി തീർന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ, അവരുടെ ഇടപെടലുകൾ, അധ്വാനം, അവർ ഭൂമി അല്ലെങ്കിൽ സ്വന്തമായ ഭൂമി അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നടത്തിയ വ്യവഹാരങ്ങൾ, കേസുകൾ, അതിനുവേണ്ടിയുള്ള യാത്രകൾ, പെടാപ്പാടുകൾ, ഇതൊക്കെ ഈ കഥകളിലാകെ നിറഞ്ഞു നിൽക്കുന്നു. കൂടെ നമുക്കറിയാം ഒരു പുതിയൊരു ലോകവീക്ഷണം ടീച്ചർ അവതരിപ്പിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. ടീച്ചർ പോയ കാലത്തെ ഒന്ന് നിരീക്ഷിക്കുക, തൻ്റേതായ ഭാഷയിൽ അവതരിപ്പിക്കുക. അപ്പോൾ നമുക്കറിയാം പുതിയൊരു കാലത്ത് കുറേ കൂടി നമ്മൾ മാറണം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അധ്യാപകനെതിരെ അല്ലേ, അധ്യാപകനെ വെല്ലുവിളിക്കുന്നത് പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാം, ഇതിൻ്റെ കാല് വിട്ട് കൈവിട്ട് എന്ന് പറയുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒറ്റനോട്ടത്തിൽ നമ്മൾ വിചാരിക്കും അതുകൊണ്ടാണ് അത് ഷൂട്ട് ചെയ്ത് പുറത്തിറക്കണം എന്ന് തോന്നുന്നു. പണ്ടത്തെ ഒരു കാലമല്ല. പണ്ടാണെന്നല്ലേ നമ്മൾ ചുവരിനെ വിട്ടിട്ട് ഓരോരോ കാലത്ത് ജോർജ് മാഷക്ക് കുറേ കാലം അങ്ങനെ ഒരു നിയോഗം ഉണ്ടായിരുന്നു. പിന്നെ ഗംഗാര മാഷ് വന്നാൽ ഗംഗാര മാഷക്ക് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് ആ കാലത്തത് വേണം. കാരണം സ്കൂളിൽ കുട്ടികൾ വരാത്ത ഒരു കാലത്തിന് അപ്പോൾ അവരൊന്ന് പേടിപ്പിച്ചാൽ മാത്രമേ അവർ അങ്ങനെ നിൽക്കൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ലോകം മാറുന്നുണ്ട്, അനുഭവങ്ങൾ മാറുന്നുണ്ട്. പി രാമേന്ദ്രൻ ഒരു കവിതയിൽ പറയുന്നുണ്ട്, പണ്ട് നമ്മൾ കണ്ട ലോകം ഇത്ര ചെറുതായിരുന്നില്ല. ലോകം ചുരുങ്ങി വരെയായിരുന്നു. പണ്ട് നമ്മൾ കണ്ട ലോകം ഇത്ര ചെറുതായിരുന്നില്ല. 2 ഉറുമ്പുകൾ തൻ സംഭോഗം ഇത്ര വലുതായിരുന്നില്ല. യോഗൻ ചാനലൊക്കെ വന്ന്, ഇന്റർനെറ്റ് വന്ന്, മൊബൈൽ വന്ന് അല്ലേ. അപ്പോൾ നമുക്കറിയാം കണ്ടു തീർക്കാൻ കഴിയാത്ത കാഴ്ചകളുടെ പെരുക്കുകൾക്കുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവങ്ങളുടെ ഒരു ലോകത്ത് ഒരുപക്ഷെ നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള നാം ഇന്നലെ വരെ കണ്ട ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ മാറ്റിപ്പിടിക്കേണ്ടി വരും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ജീവിച്ച ജീവിതമല്ല, നമ്മൾ ആഗ്രഹിച്ചൊരു ജീവിതമായിരിക്കില്ല ഒരുപക്ഷെ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാകുമ്പോൾ നമ്മൾ ഇപ്പോഴിന്ന് നയിക്കേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? Man is God as free but everywhere he is in chain. ഇപ്പം നമുക്ക് വേണ്ടി എഴുതി വെച്ചതുപോലെയാണ് അല്ലേ. നമ്മൾ വയസ്സാകുന്നതോറും സ്വതന്ത്രരാകുന്നു നമ്മൾ വിചാരിക്കാം. പക്ഷെ വയസ്സ് കൂടുന്തോറും നമ്മൾ സ്വതന്ത്രരല്ല. എവിടെയൊക്കെയോ അല്ലേ നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ കൊണ്ട്, സ്നേഹം കൊണ്ട്, സ്നേഹത്തിൻ്റെ കെട്ടുപാടുകൾ കൊണ്ട് അല്ലെ. അങ്ങനെയാണ് സ്നേഹത്തിൻ്റെ കെട്ടുപാടുകൾ കൊണ്ട്. അങ്ങനെയല്ല പുതിയ തലമുറ. അവരെ നമ്മൾ എന്തിനും വിടും. നമ്മുടെ ഒരു വലിയ ലോകത്ത് നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ജീവിച്ചൊരു ലോകത്തല്ല അവർ ജീവിക്കേണ്ടത് എന്ന് വളരെ വിനീത വിധേയമായിട്ട് ഇപ്പോഴും വിചാരിക്കുന്നത്. അടുത്ത ടീച്ചറാണ് ടീച്ചർ വളരെ വിനീത വിധേയമായിട്ട് വിചാരിക്കുന്നത്
ഇതിനൊക്കെ കയ്യൊപ്പ് ചാർത്തിയിട്ട് ടീച്ചറുടെ മക്കളെ നിൽക്കില്ല. നമ്മുടെ മക്കളും പേരമക്കളും അതിന് നിൽക്കില്ല. ടീച്ചർ തന്നെ ടീച്ചറുടെ ഒരു അനുഭവ ലോകത്ത് ടീച്ചർ കഥകളിൽ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അധ്വാനിക്കും അല്ലേ, ഞാൻ ഡിഗ്രി കഴിയും, ഞാൻ ജീവിക്കും, അധ്യാപന ജോലി ചെയ്യും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വീട്ടിൽ നിരന്തരം അധ്വാനിച്ചുകൊണ്ടിരിക്കും. ഞാൻ 5 കറി വെക്കും. മഹത്വമാണ്, എന്തോ മഹത്വം പോലെയാണ് പറയുന്നത്. 5 കറി വെക്കും. ഈ 365 ദിവസവും നോക്കണം നിങ്ങൾ, 365 ദിവസവും അധ്വാനിക്കുന്ന ഒരു സ്ത്രീ, 5 കറി വെക്കുന്ന ഒരു സ്ത്രീ, വീട്ടിലെ പണിയെടുക്കുന്ന ഒരു സ്ത്രീ. എന്നിട്ട് തൻ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് 5 മക്കളെയും കൂട്ടി പോവാണ്. 5 മക്കളെയും കൂട്ടിയിട്ട് ടീച്ചർ എഴുതുന്ന കഥയിൽ പറയാണ്, 5 മക്കളെയും കൂട്ടിയിട്ട് ഭർത്താവ് നിർമ്മിച്ച വീടിൻ്റെ ഗൃഹപ്രവേശനം എന്നാണ് ഇവിടെ പറഞ്ഞു. പണ്ട് അങ്ങനെയാണ്, ജനാധിപത്യ ബോധമില്ല. ഭർത്താവും ഭാര്യയും കൂടി നിർമ്മിച്ച വീടല്ല, പക്ഷെ ഭർത്താവ് മാത്രം നിർമ്മിച്ച വീട്ടിൻ്റെ ഗൃഹപ്രവേശനത്തിന് പോകും. എന്നിട്ട് അവിടെയും ടീച്ചർ അഭിമാനത്തോടു കൂടി പറയും, ഞാൻ വീട്ടിൽ ചെന്നിട്ട് വേണം അവിടെ സദ്യ ഉണ്ടാക്കാൻ. അവിടെ പെങ്ങളും അമ്മയും ഉണ്ട്. ആ പെങ്ങളും അമ്മയും അവർ ഉമ്മാവോ എന്തെങ്കിലും കഴിച്ച് ഒപ്പിച്ച് കളയും. ഞാൻ ചെന്നിട്ട് വേണം അവിടെ സദ്യ ഉണ്ടാക്കാൻ. അത് ഞാൻ ചെയ്യണം, അതും എൻ്റെ അഭിമാനമാണ്. ഇങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയും ടീച്ചറെ. ഇങ്ങനെ എല്ലാ കാലത്തും തടവിൽ കഴിയേണ്ട മനുഷ്യരല്ല, അല്ലെങ്കിൽ തടവിൽ കഴിയേണ്ടവരല്ല സ്ത്രീകൾ. പക്ഷെ അതിൽ ഓർമ്മ വരും. പക്ഷെ ടീച്ചറുടെ ഉള്ളിൽ ടീച്ചറുണ്ടാവും, ടീച്ചറുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടാവും. ഞാൻ ടീച്ചറുമായിട്ട് കഥയെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ സംസാരിക്കേണ്ടെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അന്നത്തെ സ്ത്രീകൾ അനുഭവിക്കുന്നില്ല. പക്ഷെ കഥകൾ വായിക്കുമ്പോൾ എഴുത്തുകാർ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് മാറി, അത് പിന്നെ പോയി. പിന്നെ അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങൾ ഉദ്ദേശിച്ചില്ലെങ്കിൽ നിങ്ങൾ തടവിലാണ് ഇപ്പോൾ, കാരണം നിങ്ങൾ എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ നരിക്കാട്ടിലേക്ക് എന്ന് പറയുന്ന ഒരു കഥ ഞാൻ ഈ പറഞ്ഞ പോലെ ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്ര. തുടങ്ങുന്നത് തന്നെ ഭർത്താവിൻ്റെ ഗൃഹപ്രവേശനത്തിന് ഭാര്യ പോകുന്നതാണ്. ഇതിന് തൻ്റെ വീട്ടിൽ നിന്ന് 5 മക്കളെയും കൂട്ടിയിട്ട് ഭാര്യ പോവാണ്. നാളെ ഭർത്താവിൻ്റെ വീടെന്ന് പറയുന്നത്, പക്ഷെ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. അവിടത്തേക്ക് പോവരുതെന്ന് എല്ലാവരും പറയുന്നുണ്ട് നരിക്കാട്. സത്യം പറഞ്ഞാൽ ഇന്ന് അങ്ങനെ ഒരു കഥ വായിക്കുമ്പോൾ ടീച്ചർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് കഥയെ ഒന്നും കൂടി മാറ്റിപ്പെടുന്നത് എത്ര സുന്ദരമായിരുന്നു. കാരണം നരിക്കാട് എന്ന് പറയുന്നത് ശരിക്കും നരിക്കാട് തന്നെയാണ്, കാടാണ്, കാട്ടിലേക്കാണ് പോകുന്നത്. പക്ഷെ അതിനും അപ്പുറം ഒരു സ്ത്രീയുടെ എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെ ടീച്ചർ വ്യംഗ്യമായിട്ട് പറയുന്നുള്ളൂ, അങ്ങനെ കൃത്യമായിട്ട് പറയുന്നൊന്നുമില്ല. കാരണം ടീച്ചർ നല്ല ആസ്വദിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ആ വ്യംഗ്യമായിട്ട് അവിടെ കാരണം ഈ നരിക്കാട്ടിന് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവും, അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയും കാത്ത് അധ്വാനത്തിൻ്റെ ഒരു ഉപ്പ് കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ ഭർത്താവിൻ്റെ അമ്മയുണ്ട്, പെങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഒരു കുറ്റപ്പെടുത്തൽ, കാരണം അതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടത്, അതുകൊണ്ട് കുറ്റപ്പെടുത്തലായിട്ടൊന്നും ആ കഥയിൽ പറയുന്നില്ല. അപ്പോൾ എന്താ, അപ്പം അങ്ങനെ ഒരു ലോകത്തിലേക്ക്, ഒരു പുതിയ ലോകത്തിലേക്ക്, ഒരു പുതിയ വീട്ടിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മയിൽ ആ കഥാപാത്രം നാളെ ഇതുവരെ കടന്നു വന്ന വഴികൾ, ഈ പറയുന്ന പോലെ 14 കൊല്ലം കൊണ്ട് 6 കുട്ടികൾ പ്രസവിക്കേണ്ടി വന്നത്, ജീവിതത്തിൽ അച്ഛൻ അനുഭവിച്ചത്, ഭർത്താവ് അനുഭവിച്ചത്, അന്നത്തെ ആചാരങ്ങൾ, പക്ഷേ നക്ഷത്രം അല്ലേ, രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ ചേരില്ല. അപ്പം 2 നക്ഷത്രങ്ങളെ ചേർത്ത് കെട്ടുന്നത് അല്ലേ, ചേർത്ത് അങ്ങനെയാണല്ലോ പണ്ട് നക്ഷത്രങ്ങൾ ഒപ്പിക്കലാണ്, ഒപ്പിച്ചിട്ട് കല്യാണം കഴിക്കലാണ്. ഇതൊക്കെ ഈ കഥക്കകത്തേക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഒരുപക്ഷെ ഈ ഒരു അധ്വാനത്തിൻ്റെ ചരിതവും സ്ത്രീകളുടെ ഒരു സമൂഹത്തിനകത്ത്, ഒരു കുടുംബജീവിതത്തിനകത്ത് സ്ത്രീകളുടെ ഒരു റോളും ഒക്കെ വളരെ കൃത്യമായിട്ട് ഒരു കൂട്ടുകുടുംബ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ഈ കൂട്ടുകുടുംബം എങ്ങനെയാണ് അതിജീവിച്ചത്, അവിടുത്തെ ഭക്ഷണ രീതി, അവിടുത്തെ അല്ലെങ്കിൽ ഭക്ഷ്യ വിഭവങ്ങൾ നോക്കണം നിങ്ങൾ. 5 കൂട്ടാനുണ്ടാക്കണം എന്ന് പറഞ്ഞു. അവിടുത്തെ ഭക്ഷ്യ വിഭവങ്ങളെക്കുറിച്ച്, അതിൻ്റെ വിചാരങ്ങളെക്കുറിച്ച്, 10 ഗൃഹ വിചാരണകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടോടി വഴക്കങ്ങളെക്കുറിച്ച്, നാട്ടുവഴക്കങ്ങളെക്കുറിച്ച്, നാട്ടുമൊഴികളെക്കുറിച്ച്, പദങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ഈ കഥയിൽ പറയുകയാണ്. നരിക്കാട്ടിലേക്ക് എന്ന് പറയുന്ന കഥയിൽ പറയുകയാണ്. ഇവിടെ ഞാൻ ഈ കഥാരൂപത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നില്ല, അത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാം. പക്ഷെ എന്നിരുന്നാലും ഈ കഥ നമ്മളോട് പങ്കുവെക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ടീച്ചറുടെ ഒരു വ്യവഹാര ലോകത്തിൽ, അന്നത്തെ ഒരു ജീവിതക്രമത്തിനകത്ത്
എങ്ങനെയാണ് ഒരു 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 കൂട്ടുകുടുംബ വ്യവസ്ഥയിലെ ജീവിതം മുന്നോട്ട് പോയത് എന്ന് പറഞ്ഞു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് മറ്റ് സാമൂഹ്യ വിചാരണകളോ ഒന്നും വരുന്നില്ല. കാരണം ടീച്ചറുടെ കേവലമായ ഓർമ്മകൾ മാത്രമാണ്. ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞത്, പുതിയ കഥകൾ എഴുതുമ്പോൾ കുറെ കൂടി പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ജാഗ്രതയും അതുപോലെ തന്നെ അനുഭവ ലോകങ്ങളുടെ ഒരു സൂക്ഷ്മമായ നിരീക്ഷണവും ഉണ്ടാവണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചത്. ഒരുപാട് ആചാരങ്ങളെ കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഭക്ഷണ രീതി, വിഭവങ്ങൾ, കൊളുത്തുകുടിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വണ്ണാത്തി മാറ്റിനെ കുറിച്ച് ഇപ്പം എന്ന് പറഞ്ഞാൽ അല്ലേ, പണ്ട് വീടിയിരിക്കുന്ന ആളുകൾക്ക് അറിയില്ല. അതുപോലെ ഏറ്റവും സുന്ദരമായ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ആ കഥ വായിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യം അതുകൂടി പറയാം. ആ ഒരു നരിക്കാട്ടിലേക്ക് എന്ന് പറയുന്ന കഥ അവതരിപ്പിച്ചപ്പോൾ ടീച്ചർ അതിൻ്റെ ഒടുവിൽ ഭർതൃഗൃഹത്തിലേക്ക് ഗൃഹപ്രവേശനത്തിന് വേണ്ടിയിട്ട് നടന്നു പോകുന്ന ഒരു കുടുംബിനിയുടെ ഒരു ചിത്രം അവതരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അത് ഇത്ര മനോഹരമാണ്. നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഈ കുടുംബിനി തൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനോടും അമ്മയോടും ഒക്കെ അനുവാദം ചോദിച്ചിട്ട് 5 മക്കളെയും കൂട്ടിയിട്ട്, നിങ്ങൾ നോക്കി ആ ചിത്രം നിങ്ങളെ മനസ്സിലേക്ക് വരും. 5 മക്കളെ, ഈ 5 മക്കളും ഓലക്കൂട ചൂടിയിട്ടാണ് പോകുന്നത്. അന്നത്തെ ഒരു ഓലക്കൂട ചൂടിയിട്ട് 4 മക്കളിങ്ങനെ പോകുന്നു. ഒരാളിങ്ങനെ കൈപിടിച്ച് പോകുന്നു, ഒരാളിങ്ങനെ ഒക്കത്തേറ്റവും ചെറിയ കുട്ടി ഇങ്ങനെ ഒക്കത്തിങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ അതിൻ്റെ ഒരു ദൃശ്യപരത നിങ്ങളൊന്ന് ആലോചിക്കണം. ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാനൊന്നുകൂടി ഒരു കാഴ്ച കൂടി കണ്ടു. കാരണം ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ചിയൈ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇവരെയും കൊണ്ട് പോകുന്നത്. അപ്പോൾ മറ്റൊരു മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത്, പോകുന്ന പോക്കിൽ അച്ഛനോട് യാത്ര പറയും. അച്ഛനെ പോകുന്നു എന്ന് പറയുമോ അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ഇനി പാലൊന്നും വാങ്ങണ്ട, അവിടെ പോയിട്ട് ആ പൈരി കടിച്ചു കൊണ്ടുപോയിക്കോന്ന് പറയുന്നത്. അപ്പോൾ ഈ യാത്രയുടെ കൂടെ കഥാകാരി പറയുന്നില്ല. അപ്പം ഇങ്ങനെ പോകുന്നൊരു യാത്രയുടെ കൂടെ ആ ദൃശ്യം നിങ്ങൾ നോക്കുക. ഒരു പൈനെയും കടിച്ചയും കൂട്ടിയിട്ട് കൂടെ ഒരാളിങ്ങനെ പോകുന്ന ഒരു നാട്ട് വയൽവരമ്പിലൂടെ പോകുന്ന ഒരു ദൃശ്യം വളരെ മനോഹരമായിട്ട് ടീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നരിക്കാട്ടിലേക്ക് എന്ന് പറയുന്നൊരു കഥ അവതരിപ്പിച്ചത്. മറ്റൊന്ന് ടീച്ചർ അവതരിപ്പിച്ച മറ്റൊരു കഥയെന്ന് പറയുന്നത്, ഓരോരോ കഥയായിട്ട് ഞാൻ പറയുന്നില്ല. മറ്റൊരു കഥ ഈ 12 to 3 എനിക്കിഷ്ടമായ ഒരു കഥ ഞാൻ പറയാം. കാരണം ടീച്ചറുടെ ഒരു കയ്യിൽ ഈ ഒരു ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു കയ്യൊതുക്കം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു കഥയുണ്ട്. അത് ബസ് പാസ് കാർഡ് എന്ന് പറയുന്ന ഒരു കഥയാണ്. ഇപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതല്ലേ, ഒരു പ്രസാദനത്തിൽ ഏതാൾക്കും നിങ്ങൾ ജോറാണെന്ന് പറഞ്ഞ സന്തോഷം, ടീച്ചർ ജോറാണെന്ന് ഞാനും ജോറാണെന്ന് പറഞ്ഞ സന്തോഷം. ഇങ്ങനെയല്ല, ടീച്ചറുടെ കയ്യിൽ ഈ ക്രാഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ടീച്ചറുടെ കയ്യിൽ ഭാഷയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളം. വളരെ മനോഹരമായിട്ട് ഒരു പ്രണയ കഥയാണ് ടീച്ചർ പറഞ്ഞത്. പക്ഷെ ടീച്ചർക്ക് എന്തോ അത് പറയുമ്പോൾ എന്തോ ഒരു വിമുഖതയുണ്ട്. അതൊരു പ്രണയ കഥ പറയുമ്പോൾ എന്തോ തെറ്റ് പറയുന്നത് പോലെ അല്ലെങ്കിൽ തെറ്റെഴുതുന്നത് പോലെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല എന്നുള്ളൊരു നാട്യത്തിനാണ് ടീച്ചർ പറയുന്നത്. നമുക്ക് എഴുതി തന്നാൽ പിന്നെ നമ്മളെ കയ്യിലാണ്, വായനക്കാരുടെ കയ്യിലാണ്, അത് നടക്കൂല. അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ബസ് പാസ് കാർഡ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അതൊരു മൗലികമായൊരു കഥയൊന്നല്ല. ഇങ്ങനെ ഒരുപക്ഷെ അത്തരം കഥകൾ ആ കഥ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ അങ്ങനെ കഥകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെയൊക്കെ കൗമാരത്തിൽ അല്ലെങ്കിൽ കോളേജ് ജീവിതകാലത്ത് അങ്ങനെ ഒരു കഥ ഒന്നിക്കൽ നമ്മുടെ ജീവിതത്തിലുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ആളുകളുടെ ജീവിതത്തിലുണ്ടാവും. സാധാരണ ഒരു കഥ. കാരണം പിന്നെ ഒരു ഓർമ്മ പേര് വിദ്യാത്മ കഥാപാത്രത്തിൻ്റെ പുസ്തകം, പ്രാക്ടിക്കൽ ഒരു പുസ്തകം കടം ചോദിക്കുകയാണ്. പുസ്തകം ചോദിച്ചപ്പോൾ ആ പുസ്തകത്തിനകത്ത് തൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അല്ലേ, അതല്ല പാസ് കാർഡ് പറഞ്ഞു, തൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, പാസ് കാർഡ്, ഈ പാസ് കാർഡ് ഈ ഫിസിക്സ് പുസ്തകത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഫിസിക്സ് പുസ്തകത്തിൻ്റെ ഉള്ളിൽ തൻ്റെ കൂട്ടുകാരൻ്റെ പാസ് കാർഡ് കിട്ടിയതോടുകൂടി വറക്കാൻ തുടങ്ങി അല്ലേ, പരിഭ്രമം വരാൻ തുടങ്ങി. ഇങ്ങനെ പരിഭ്രമം വന്നിട്ട് അതെങ്ങനെയാണ്, എന്താ ചെയ്യേണ്ടത്, വീട്ടിൽ നിന്ന് കോളേജിൽ തന്നെ വിടാത്തൊരു കാലത്ത് ഇതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ പരിഭ്രമിച്ച് അവസാനം ഒടുവിൽ തട്ടിൻ്റെ മുകളിൽ കുറേ ദിവസം കഴിഞ്ഞ് അതിനെക്കൊണ്ടില്ലേ അതിങ്ങനെ എന്താ പറയേണ്ടത് വ്യാധിയായിട്ട് മാറിയിട്ട്, കാരണം പിന്നെ ഇത് എൻ്റെ ഉള്ളിൽ പുസ്തകത്തിൽ ബോധപൂർവം വെച്ചതല്ലേ, എനിക്ക് തന്നതല്ലേ, അപ്പോൾ ഇത് എൻ്റെ ഫോട്ടോ അടക്കം അഡ്രസ്സ് അടക്കം എനിക്ക് തന്നത് ഞാനിങ്ങനെ കത്ത് എഴുതാൻ വേണ്ടിയിട്ടല്ലേ, ഇതിൽ അഡ്രസ്സ് ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും ഒരു ആശംസ കാർഡ് അല്ലെങ്കിൽ ഒരു കത്ത് എഴുതുന്നതിന് വേണ്ടിയിട്ടല്ലേ എനിക്ക് ഇങ്ങനെ ആലോചിച്ച് വ്യാധി കൊണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അധ്യാപന ജോലിയൊക്കെ കിട്ടിയിട്ട് കഥാപാത്രം നേരെ ട്രഷറിയിലേക്ക് പോയപ്പോൾ അല്ല
ബാങ്കിലേക്ക് പോയപ്പോൾ, ട്രഷറിലേക്ക് ബില്ല് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിലേക്ക് പോയപ്പോൾ അവിടെ ഈ കഥാനായകനെ കാണുകയാണ്. അപ്പോൾ അവിടെ കുറേ ദിവസം അവിടെയും ഈ ഒരു അകൽച്ചയുണ്ട്. കാരണം കുറേ ദിവസം ഇങ്ങനെ മാസത്തിൽ പോയിട്ട് മിണ്ടണം എന്ന് വിചാരിക്കും, മിണ്ടില്ല. അങ്ങനെ 2 3 4 മാസം മിണ്ടണോ ഇങ്ങനെ വിചാരിച്ചിട്ട് ഒടുവിൽ അവർ ഒരു ദിവസം യാദൃച്ഛികമായി കാണുകയാണ്. കാണുമ്പോൾ തന്നെ കഥാപാത്രം പരസ്പരം ഒരു തിരിച്ചറിയാണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചറിയുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, കഥയോടെ തീർന്നു. പക്ഷെ കഥ അവസാനിപ്പിക്കുമ്പോൾ വളരെ കയ്യൊതുക്കത്തോടു കൂടിയിട്ട് കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ഉള്ളിൽ പാത്ത് ഇത് വച്ചതിനെ കുറിച്ച് എന്തെങ്കിലും പറയണമല്ലോ. അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങനെ പറയും, അത് ഇന്ന ഉദ്ദേശത്തിലാണ് വെച്ചത് എന്ന് പറയാൻ അയാളും അങ്ങനെ കേൾക്കാൻ ഞാനും ആഗ്രഹിച്ചു എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് അങ്ങനെയാണ് ആ കഥ അവസാനിപ്പിക്കുന്നത്. വളരെ ബോധപൂർവം ആണ് അത് വെച്ചത് എന്ന്, അല്ലേ, ഞാൻ ഇത് വെച്ചത് ബോധപൂർവമാണ് എന്ന് പറയാൻ അവനും അത് കേൾക്കാൻ ഞാനും ആഗ്രഹിച്ചു എന്ന് മാത്രമേ പറയുന്നു. അതെല്ലാം വിശുദ്ധാണ്. നമുക്കങ്ങനെ ഒരു തകരാറുണ്ട്. വിശുദ്ധമായതുകൊണ്ട് ഇപ്പോൾ MT വാസുദേവൻ നായരുടെ ഒരു കഥ നിങ്ങൾക്കെല്ലാം ഓർമ്മയുള്ള ഒരു കഥയുണ്ട്. അധ്യാപകന്മാരത് ഓർമ്മിക്കും. വാനപ്രസ്ഥം എന്ന് പറഞ്ഞ കഥ ഓർമ്മയുണ്ടാവും, അല്ലേ? വാനപ്രസ്ഥം എന്ന് പറഞ്ഞ കഥയിലും ഇങ്ങനെയാണ്. കാരണം അന്നിത് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്, വളരെ വിശുദ്ധ പശുവാണ് നമ്മളെല്ലാം. അതുകൊണ്ട് എന്തായാലും കരുണാകരൻ മാഷ്, പട്ടാമ്പി സ്കൂളിൽ പഠിപ്പിച്ച കരുണാകരൻ മാഷും, അല്ലേ, വിദ്യാർത്ഥിനിയായ KS വിനോദിനെയും ഇത് പറയാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ പറയാൻ വേണ്ടി ഒരുപക്ഷെ ജീവിതത്തിന്റെ അന്തസാര ശൂന്യത, ജീവിതത്തിന്റെ ഈ അന്തസാര ശൂന്യത നമ്മളിപ്പോഴും, അവർ മാഷ് പറഞ്ഞ നമ്മുടെ മനസ്സ് ഇപ്പോഴും ചെറുപ്പമാണ്. നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഈ അന്തസാര ശൂന്യത തിരിച്ചറിയുന്നത്. ഈ അന്തസാര ശൂന്യത തിരിച്ചറിയുമ്പോഴാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുള്ള ഇഷ്ടം അതൊന്നും പറയണ്ടേ, അതൊന്ന് പറയണമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഇങ്ങനെ റിട്ടയർ ചെയ്തിട്ട് കൊണ്ടപ്പോഴും അയച്ച ഒരു കാർഡിൽ അഡ്രസ്സ് വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് അവർ ഏറ്റവും, അല്ലേ, അവരുടെ വാർദ്ധക്യത്തുള്ളവർ കണ്ടുമുട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപക്ഷെ ജീവിതത്തിന്റെ അന്തസാര ശൂന്യത തിരിച്ചറിയുമ്പോഴാണ് ഒരുപക്ഷെ പഴയ ഇത്തരത്തിലുള്ള ഓർമ്മകൾ, ഈ കാർഡ് പോലുള്ള ഓർമ്മകൾ നമ്മളെ ജീവിപ്പിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് 12 മുതൽ 3 വരെ എന്ന് പറയുന്ന ഒരു കഥയും 2 കൂട്ടുകാരികൾ, ഒന്നിച്ച് ഹോസ്റ്റലിൽ കഴിയുന്ന കൂട്ടുകാരികൾ, അതും ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതിയ കഥ പോലെ നമുക്ക് തോന്നും. പക്ഷെ വളരെ കൃത്യമായ പല നിരീക്ഷണങ്ങളും അതിനകത്തുണ്ട്. എവിടെയാണ് കിടക്കുന്നത്, കിടപ്പുമുറി എങ്ങനെയാണ്, സൂര്യൻ അസ്തമിക്കാത്ത അല്ലെങ്കിൽ ഉദിക്കാത്ത ഭാഗത്തു നിന്നുള്ള ആ റൂമിന്റെ പ്രത്യേകത, ഇങ്ങനെ നിരീക്ഷണമാണ്. വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും അതിനകത്തുമുണ്ട്. 2 കൂട്ടുകാരികളുടെ അന്വേഷണം മാത്രമാണ് ആ കഥയെ വരുന്നത്. അതുപോലെ ചതി എന്ന് പറയുന്ന, അതും ഈ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു തന്റെ വീട്ടിലോ വീട്ടകങ്ങളിൽ എവിടെയോ അല്ലെങ്കിൽ കുടുംബത്തിലോ എവിടെയോ നടന്ന ഒരു ചതിയെ കുറിച്ച്. പക്ഷെ കഥയിൽ വെളിപ്പെടുത്തുന്നത് പോലെ തനിക്ക് ആരെങ്കിലും വ്യക്തിപരമായിട്ട് പകവീട്ടാനോ അല്ലെങ്കിൽ ക്ഷോഭിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സ്ത്രീയുടെ ആത്മനോമ്പരങ്ങളാണ് ആ കഥ അവതരിപ്പിക്കുന്നത്. മറ്റൊരു ഭർത്താവ് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഒരു വാർത്ത ഭാര്യ കേൾക്കുകയാണ്. കിഴക്കെവിടെയോ അവിടെ കുരുമുളക് പാട്ടമൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് തൻ്റെ ഭർത്താവ് അവിടെ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന വാർത്ത കേൾക്കുകയാണ്. പക്ഷെ ആ വാർത്ത കേട്ടിട്ട് തിരിച്ച് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാത്ത ഒരു ഭാര്യ ആ വാർത്തയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നും ഒന്നുമില്ലാതെ ആ ദാമ്പത്യം നീണ്ടു പോകുന്നു. അങ്ങനെ ശുഭപര്യവസ്ഥയായിട്ട് 87ാമത്തെ വയസ്സിൽ ഗൃഹനാഥൻ കുടുംബനാഥൻ മരിക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലാണ് ആ കഥ അവസാനിക്കുന്നത്. ഞാൻ കഥ പൂർണ്ണമായും പറയാതിരിക്കുകയാണ്. കാരണം അങ്ങനെ ഇതിൽ വേണ്ടെന്നുകൊണ്ടാണ്. കാരണം ഉള്ളിലൊരു കരിയും പകയായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ കുടുംബ ബന്ധം അന്ന് തീരുമാനം. പക്ഷെ അങ്ങനെ ഇല്ലാതെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത് എന്ന് ആ കഥയിൽ പറയണം. അതുപോലെ തന്നെയാണ് ഒരേ ഒരു മാല, അതും ഒരു ആത്മനൊമ്പരത്തിന്റെ കഥയാണ്. തനിക്ക് കല്യാണത്തിന്റെ സമയത്ത് അച്ഛൻ തന്ന ഒരു മാല, അത് നിധി പോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കുടുംബിനി. ആ കുടുംബിനിയുടെ ഒടുവിൽ കുടുംബ ബന്ധത്തിന്റെ, അല്ലെ, നമുക്ക് കാണാത്ത ഒരു കുടുംബ ബന്ധത്തിന്റെ വിള്ളലുകൾ കടയിൽപ്പെട്ടിട്ട് അച്ഛൻ ആ മാല തിരിച്ചു ചോദിക്കുകയാണ്. കല്യാണത്തിന് കൊടുത്ത മാല തിരിച്ചു ചോദിക്കുകയാണ്. കല്യാണത്തിന് കൊടുത്ത മാല തിരിച്ചു ചോദിക്കുമ്പോൾ പെട്ടെന്ന് വല്ലാത്തൊരു നൊമ്പരാണ്. കാരണം
അങ്ങനെയുണ്ടല്ലോ, നമുക്കൊരു വൈകാരികമായ ബന്ധമുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കുകയാണ്. കാരണം അച്ഛൻ ആ മാല തിരിച്ചു ചോദിക്കുന്നത് തൻ്റെ ആങ്ങളയുടെ ഭാര്യയുടെ മാല അന്ന് സാമ്പത്തികമായി വലിയ നല്ല നിലയല്ലാത്തതുകൊണ്ട് തൻ്റെ ആങ്ങളയുടെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് വാങ്ങിയ മാല അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഒരു സ്ഫോടനാത്മകമായി വളർത്താതെ എങ്ങനെ കൈകാര്യം ചെയ്യാം, വളരെ താഴ്മയോടുകൂടി മാളോട് പറഞ്ഞ് കാര്യം പറഞ്ഞ് ആ മാല തിരിച്ചു കൊടുക്കുന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ടീച്ചർ കുറെ കൂടി എഴുത്തിലേക്ക് നമുക്ക് വളരെ അത്യുക്തിയോട് ഞാൻ പറയുന്ന കാര്യമൊന്നുമില്ല. കാരണം ടീച്ചർക്ക് സമയമുണ്ട്, ഈ ഒരു ഞാനീ പറഞ്ഞ ഭാഷയുണ്ട്, എഴുതി അവതരിപ്പിക്കാനൊരു ശേഷിയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ദേവകി നിലയം കൊണ്ട് മനസ്സിൽ ധ്യാനിക്കുക അല്ലേ? ദേവകി നിലയം കൊണ്ട് ഇനി എന്താണ് എഴുതാൻ, ഇനി എന്താണ് പുസ്തകം എന്ന് ചോദിക്കണ്ട. ഇപ്പം 70 വയസ്സിൽ എഴുതി തുടങ്ങിയതും നമ്മളെ ആകെ ഭ്രമിപ്പിക്കുകയും ചെയ്ത ദേവകി നിലയം കൊണ്ടിനെ അങ്ങ് മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി കൃത്യമായി വളരെ നല്ല രാഷ്ട്രീയ ഉൾക്കലമുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാലത്തെ അതിൽ ഉൾക്കൊള്ളാൻ പറ്റണം. അല്ലാണ്ട് ഞാനിങ്ങനെ വീട്ടിൻ്റെ തടവുകാരിയായി കൊള്ളാമെന്ന് പറയുന്ന പഴയ കാലം അത് അപ്ഡേഷൻ ആവില്ല. നമ്മളെല്ലാം അങ്ങനെയല്ലേ, നമ്മളെല്ലാം ഇപ്പം നമുക്കൊരുപാട് നമുക്കറിയാം, കുട്ടിയെ അടിച്ച് നന്നാക്കി എടുക്കുന്ന കാലത്തിൽ നമ്മൾ വളർന്നു. ഇപ്പോൾ നമ്മളെ പേരക്കുട്ടികളെ അടിക്കില്ല. നിങ്ങളൊക്കെ മക്കളെ അടിച്ചവരാണ് വിചാരിക്കുന്നത്. നമ്മളൊക്കെ മക്കളെ അടിക്കും, പക്ഷെ നമ്മൾ ആരും അടിക്കില്ല. പേരക്കിടാങ്ങളെ നമ്മൾ അടിക്കില്ല. കാരണം നമുക്ക് അറിയാം അടിച്ചാൽ എന്ത് സംഭവിക്കുന്നു. അപ്പോൾ അവരുടെ അല്ലെ അല്ലെങ്കിൽ പാരന്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പക്ഷെ പിന്നീട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മക്കൾ വളർത്തുന്ന രീതി അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് നമ്മൾ മക്കളെ വളർത്തിയ രീതി ശരിയല്ല എന്ന് തോന്നുന്നത്. ഇത് ഞാൻ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത അധ്യാപകർ നമുക്കറിയാം. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാകുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു മൊബൈൽ ഫോണ് എനിക്കറിയാമെന്ന് ഞാൻ ചെയ്തത് അങ്ങേ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു നോക്കി. PTA കമ്മിറ്റിയിലും പറഞ്ഞു നോക്കി. രാജേഷൊക്കെ ഇരിക്കുന്നുണ്ട്. PTA കമ്മിറ്റിയിലും ഞാൻ പറഞ്ഞു നോക്കി ആ മൊബൈൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ എന്താണ് അന്നത്തെ ഒരു നിയമം, അന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഒരു സർക്കുലർ അല്ലെ വിനയമശൻ, അന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഒരു സർക്കുലർ പ്രകാരം അത് കൊടുക്കാൻ പറ്റൂല. പക്ഷെ എന്നാലും നോക്കി അപ്പോൾ PTA പ്രസിഡന്റ് നിലക്ക് അധ്യാപകന്മാർ പറഞ്ഞു അത് ശരിയല്ല, കാരണം നിങ്ങളെന്നെ ഇങ്ങനെ തുടങ്ങി അടുത്ത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോഴത് പെട്ടു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം മാറി. എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് സംബന്ധിച്ച് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ടീച്ചറോട് പറയുന്നത് കുറെ കൂടി ഉൾക്കലമുള്ള അല്ലെ, ഇനി ഓർമ്മകളിൽ നിന്നും ഉൾക്കലമുള്ള കഥകളിലേക്ക് ടീച്ചർക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ടീച്ചറുടെ ഉള്ളിലുണ്ട്, ഇല്ലെങ്കിൽ അത് എഴുതാനുള്ള ഭാഷ ടീച്ചറുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി പറയാൻ വേണ്ടി കഴിയും. വളരെ സന്തോഷമുണ്ട് ഈ പുസ്തകം അവതരിപ്പിച്ച് സംസാരിക്കാൻ. കാരണം ടീച്ചറുടെ ഉള്ളിൽ ഇങ്ങനെയൊരു അഗ്നിസ്ഫുലിംഗമുണ്ട്, ഇല്ലെങ്കിൽ ഒരു തീപ്പൊരി ഉണ്ട് എന്നുള്ളതുകൊണ്ട്, ഭാഷയുണ്ട് എന്നുള്ളതുകൊണ്ട്, അങ്ങനെ ഒരു പ്രതിബദ്ധത ഉണ്ട് എന്നുള്ളതുകൊണ്ട് കുറെ കൂടി നല്ല നിലയിൽ കഥകൾ ഇനിയും എഴുതാൻ ശ്രദ്ധിക്കണം. ഈ 5 കഥകൾ, ഈ ചതി, നരിക്കാട്ടിലേക്ക്, ഒരേ ഒരു മാല, ഒരു പാസ് കാർഡ്, 12 മുതൽ 3 വരെ, ഈ 5 കഥകളിൽ നിന്ന് അല്ലേ ഒരു 100 കഥകളിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ഊർജം നിങ്ങൾ ടീച്ചർക്ക് കൊടുക്കണം. ഇപ്പോൾ നേരത്തെ ദാമരമാഷ് പറയുമ്പോൾ പോലും ഇവിടെ പറഞ്ഞൊരു കാര്യം ഓർമ്മയിലായിട്ട് പറഞ്ഞു പോയതായിരിക്കും. ദാമരമാഷ് പറയുമ്പോൾ പറഞ്ഞത് നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മാഷ് വളരെ ഇപ്പോഴും ഒരു വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലാണ് മാഷ് ഇങ്ങനെ പറഞ്ഞത്. ഞാനങ്ങനെ അടുത്തിരിക്കുന്ന പറഞ്ഞു. അപ്പോൾ അല്ലേ മാഷ് എങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും പറഞ്ഞു നിങ്ങൾ ചെറുപ്പക്കാർ അല്ലേ, നമ്മളെല്ലാം ചെറുപ്പക്കാരാണ്, ആ ഒരു ഊർജം ഉണ്ട്. ബിക്കോസ് എവറസ്റ്റ് ഈസ് ദർ അല്ലേ, ബിക്കോസ് എവറസ്റ്റ് ഈസ് ദർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കയറാൻ ഒരു എവറസ്റ്റ് അവിടെ ഉണ്ട് എന്ന് എല്ലാവരും ഒരിക്കൽ കൂടി ഓർമ്മിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പി രാമേന്ദ്രൻ്റെ ഒരു കവിതയിലാണ് തുടങ്ങിയതല്ലേ. പി രാമേന്ദ്രൻ്റെ ഒരു കവിതയിൽ അവസാനിപ്പിക്കും. അതിങ്ങനെയാണ്, ഇവിടെ ഞാൻ ഉണ്ടെന്ന് അറിയിക്കുന്നതിനായി മധുരമാം ഒരു വെറും തൂവൽ മാത്രം മതി. നമ്മളെപ്പോലുള്ള ചിന്തന ശേഷിയില്ലാത്ത ഒരു പക്ഷിയെ നമ്മൾ സങ്കല്പിച്ചാൽ മതി. ഇവിടെ ഞാൻ ഉണ്ടെന്ന് അറിയിക്കുവാൻ
മധുരമാം ഒരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നതിന് ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകും എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിന് ചൂട് മാത്രം മതി. അടയിരുന്നവരാണ് നമ്മളല്ല അല്ലേ? ആ അടയിരുന്നതിൻ്റെ ചൂട് മാത്രം മതി ഇവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ. ഇതിലും ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കും ജീവനെ? ഈ ജീവിതത്തെ വളരെ മനോഹരമായിട്ട് ഇനിയും നമുക്ക് ഇത്തരം കൂട്ടായ്മകളിലൂടെ, എഴുത്തിലൂടെ, ഭാഷയിലൂടെ, കവിതയിലൂടെ, കഥകളിലൂടെ, ചിന്തകളിലൂടെ, വിചാരങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചു. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ മുന്നിൽ അല്ലേ ഇങ്ങനെ സംസാരിക്കാൻ ദൈവമാഷൊക്കെ ബേക്കലുണ്ട്, ഞാൻ നേരത്തെ പറയാതെ നിന്നിട്ടില്ല. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തിയിട്ട് ടീച്ചർക്ക് എല്ലാവിധ ഭാവങ്ങളും പുതിയ രചനയുടെ സങ്കേതങ്ങളിലേക്ക് ടീച്ചർക്ക് ഇനിയും കടന്നു കയറാനാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചു. പുസ്തകം പ്രകാശനം ചെയ്ത നമ്മുടെ അടിയോടി മാസ്റ്റർ, ഗംഗാധര മാസ്റ്റർ, അതുപോലെ നമ്മുടെ പുസ്തകത്തെക്കുറിച്ച് വിശദമായ ഒരു അവലോകനം അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച പ്രശാന്ത്, ജയചന്ദ്ര മാസ്റ്റർ, വേദിയിലെ എൻ്റെ അധ്യാപക സുഹൃത്തുക്കളെ, മറ്റു ബന്ധുജനങ്ങളെ. അപ്പം ഇങ്ങനെ ഒരു കാര്യം, ടീച്ചറെ ഒരു കഥ എഴുതുകയും അത് നമ്മുടെ കനി എന്നതിൻ്റെ ആ ഒരു സദസ്സിൽ വെച്ച് പ്രകാശനം ചെയ്യണമെന്ന അഭിപ്രായം എൻ്റെ അടുത്ത് മനോഹര മാസ്റ്ററാണ് പറഞ്ഞത്. ടീച്ചർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ചോ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചോ ഒന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ആ പുസ്തകം കാണുന്നത് തന്നെ. അപ്പോൾ അതിൽ ആധികാരികമായി ഒന്നും തന്നെ പറയാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ ടീച്ചറിൻ്റെ സംസാരിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ടീച്ചറിൻ്റെ ജീവിതാനുഭവങ്ങൾ വളരെ നമ്മുടെ നാടൻ രീതിയിലും നാടൻ ഭാഷയിലും കൂടി അവതരിപ്പിച്ച അല്ലെങ്കിൽ എഴുതിയ ഒരു പുസ്തകം എന്നതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചത്. അപ്പോൾ ഈ ഒരു മുമ്പേ എഴുതിയതാണെങ്കിൽ പോലും ഇപ്പോഴ് ഈ ഒരു കഥാസമാഹാരം 5 കഥകളടങ്ങുന്ന ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള ഒരു താല്പര്യവും അതിന് ഒരു ആധികാരിക പ്രകാശനം ചെയ്യാൻ ഇടവരട്ടെ ആശംസിക്കുന്നു. പക്ഷെ അദ്ദേഹം ആ സന്യാസി അവിടെ വയലിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന അന്നത്തിന് വേണ്ടുന്ന ജോലി അവരെ കാണാൻ പറ്റിയ ഒരു മനസ്സ് നിറഞ്ഞ അവസ്ഥ. എല്ലാവരും അധ്യാപകന്മാരുടെ ഇരിക്കും. ജോർജ് എന്നാലും എൻ്റെ അച്ഛൻ മാഷായതുകൊണ്ട് അവിടെ വായനശാലയിൽ ഏട്ടന്മാരൊക്കെ വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലായതുകൊണ്ട് അവർ വായിക്കാറുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ. അപ്പോൾ അവർ വായിച്ച പുസ്തകം എനിക്ക് അവിടെ തരും. ഞാൻ എൻ്റെ കാലത്ത് ഒരിക്കലും ഒരു വായനശാലയിൽ പോയി ഒരു പുസ്തകം എടുക്കുകയോ അല്ലെങ്കിൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്ത് വായിക്കുകയോ അങ്ങനെയുള്ള ഒരു സമ്പ്രദായമൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. വല്ലപ്പോഴും അധ്യാപകൻ ഇങ്ങനെ ഗ്രൂപ്പിലൊരു പുസ്തകം ഇങ്ങനെ ലൈബ്രറിയിൽ നിന്നൊരു കെട്ട് പുസ്തകം കൊണ്ടുവന്ന് ഒരു പുസ്തകം തരും, അത് വായിച്ചാലായി. അങ്ങനെയുള്ള ഒരു സമ്പ്രദായമായിരുന്നു അന്നത്തെ കാലത്ത്. ഈ പുസ്തകം എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾക്ക് വയസ്സാവുമ്പോഴാണ് ഇത് തോന്നിയതെന്ന് പറഞ്ഞു. പക്ഷേ വയസ്സാവുമ്പോഴാണ് നമ്മൾക്ക് ചെറുപ്പകാലത്തിലുള്ള ഓർമ്മകൾ കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ റിട്ടയർ ചെയ്തപ്പോൾ പ്രായത്തിൻ്റെ ഇതുകൊണ്ടാണോന്നറിയില്ല, കൂടുതലായിട്ട് സ്വപ്നത്തിൽ പോലും നിങ്ങൾക്കും ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, നമ്മൾ സ്വപ്നം കാണുന്നത് പോലും പഴയ ഭൂപ്രകൃതികളൊക്കെയാണ്. ഇപ്പോഴും നമ്മൾ നടന്നു പോയ വഴികളും അതുപോലെ തന്നെ ആ പഴയ വീട്ടിൽ നമ്മൾ എവിടെയാണ് താമസിച്ചിരിക്കുന്നത് ആ വീടും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ ആയിരിക്കും നമ്മളുടെ മനസ്സിലുണ്ടാവുക. അപ്പം ഞാൻ ഈ നെരിക്കാട്ടിലേക്ക് എന്നൊരു പേര് ആ പുസ്തകത്തിന് കൊടുക്കാൻ കാരണം എൻ്റെ വീട് കുണ്ടയംകോവിൽ നിന്ന് കാളീശ്വരത്തേക്ക് പോകുന്ന വഴിയായിരുന്നു. ആ വഴിയിലാണ് എൻ്റെ വീട്. അപ്പോൾ അക്കാലത്ത് കുണ്ടയംകോവിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു മൈതാനമായിരുന്നു. കാങ്കോലൊരു മൈതാനം വേറെയുണ്ട്, അതുപോലെ തന്നെ കുണ്ടയംകോവിലും വലിയൊരു
മൈതാനമായിരുന്നു. ആ മൈതാനത്തിൻ്റെ നടുവിലൂടെയുള്ള ഒറ്റയടി പാത, 2 ഭാഗത്തും പുല്ലായിരിക്കും. ആ ഒരു വഴിയിലൂടെ പോയി അത് ഇറങ്ങി വയലിലൂടെ കടന്ന് പിന്നെ ഒരു തെങ്ങിൻ്റെ പാലം വെച്ച് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ, പഴയ ഗ്രാമപ്രദേശമാണെന്ന് കാണിക്കാൻ വേണ്ടി തെങ്ങിൻ്റെ പാലമൊക്കെ വെച്ചുള്ള, അതുപോലെ തെങ്ങിൻ്റെ പാദത്തിൻ്റെ മേലേക്കുള്ള 2 തടി തെങ്ങ് വെച്ച് അതിൻ്റെ മേലെ കൂടി കടന്നിട്ട് വേണം പിന്നെയും അതിൻ്റെ തോട്, ചെറിയ തോടാണ്, ഒക്കിലൂടെ പോയിട്ട് വേണം വീട്ടിലേക്ക് കയറാൻ. ആ പറമ്പ് തന്നെ വളരെ വലിയ ഒരു 3 ഏക്കർ സ്ഥലമുള്ളൊരു പറമ്പായിരുന്നു. കാരണം വലിയ മരങ്ങൾ ഒരുപാട്, ഒരു 10-15 അതിലധികം മാവുകളും അവിടെ ഇല്ലാത്ത മരങ്ങളില്ല ആ പറമ്പിൽ. അങ്ങനെയുള്ള ഒരു പറമ്പാണ്. അതിനെ എൻ്റെ അമ്മേൻ്റെ വീട്ടിലെ എല്ലാവരും പറയുന്നത് നെരിക്കാട് എന്നാണ് ആ സ്ഥലത്തെ. 2-3 പറമ്പ് അപ്പുറത്തെ വീടുകളെല്ലാം പെട്ട ഒരു സ്ഥലമായിരിക്കണത്, നെരിക്കാട് എന്നുള്ളൊരു സ്ഥലം. അപ്പോൾ അവിടേക്ക് പോകുന്നതായിട്ട് അതാണ് എൻ്റെ പശ്ചാത്തലം. പക്ഷേ അവിടെയുള്ള കഥാപാത്രങ്ങളൊക്കെ എൻ്റെ അകന്ന ബന്ധുക്കളോ ഒക്കെ അങ്ങനെ എന്നോട് സംസാരിച്ചിരിക്കുന്ന പഴയ കാര്യങ്ങളോ അതിലെല്ലാം ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, കഥ ആയിട്ട് എഴുതിയിരിക്കുന്നത്. കഥയല്ലാതെ ഒരേപോലെയുള്ള വാസ്തവങ്ങൾ അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. കുറേ കാര്യങ്ങളൊക്കെ സങ്കല്പത്തിലുള്ളതും കുറേ കാര്യങ്ങൾ വാസ്തവമായിട്ട് ആചാരങ്ങളും അതുപോലെ തന്നെ വാക്കുകളും, അന്ന് ഉപയോഗിച്ചിരുന്ന വാക്കുകളും സംസാര രീതിയും ഒക്കെയാണ് അതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്, അല്ലാതെ ഞാൻ ഇങ്ങനെ എഴുതണം ഇന്നത് എഴുതണം എന്ന് വിചാരിച്ചിട്ടൊന്നല്ല എഴുതാനിരിക്കുക. അപ്പോൾ അങ്ങനെ എഴുതുമ്പോഴും പല പഴയ വാക്കുകൾ, ഇതിപ്പം പ്രിന്റ് ചെയ്യാൻ കൊടുത്തപ്പോഴത്തന്നെ കണ്ണൂർ പ്രസിൻ്റെ പേര് പാൽ ബുക്സിലാണ്, അവിടെയാണ് കൊടുത്തത്. അപ്പോൾ അവിടെ കൊടുത്തപ്പം അതിലെ ഓരോ വാക്കുകളും അവരെ എന്നോട് സംശയം ചോദിക്കുക, ഇതെന്താ ടീച്ചർ ഇതിൻ്റെ അർത്ഥം? ആദ്യം തന്നെ ഞാൻ കുടിയോല് എന്നുള്ളൊരു വാക്കാണ് അതിൽ ഉപയോഗിച്ചത്. ആദ്യം കുടിയോല് എന്ന് നമ്മളെ നാട്ടിൽ പണ്ടേ പറയുന്ന വാക്കാണ്, നിങ്ങളെല്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പോഴേ ഉള്ളവർ കുടികൂടൽ, ഗൃഹപ്രവേശനം അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുടിയോലിലൊരു കർമ്മം അസുരക്രിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ, അതുപോലെ പല വാക്കുകളും ഞാൻ ആ പണ്ടത്തെ അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അതുപോലെ ഏട്ടി എന്നാണ് വിളിക്കുക, നമ്മൾ ഏച്ചി എന്നല്ല, എല്ലാവരും ഏട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും മൂത്തവരെ സിസ്റ്റേഴ്സിനെ എല്ലാവരെയും ഏട്ടി എന്നാണ് വിളിക്കുക. ഏട്ടി എന്നുള്ള ആ പദപ്രയോഗം ഞാൻ ഡയറ്റിലായിരിക്കുമ്പോൾ പല മാഷന്മാരും എന്നെ പ്രവേട്ടി എന്ന് വിളിച്ച് കളിയാക്കും. കാരണം ഞാൻ എന്തോ പറയുമ്പോഴെൻ്റെ ഏട്ടിയാന്ന് മറ്റാരോടോ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കേട്ടിട്ട് എല്ലാവരും എന്നെ വിളിക്കുക പ്രവേട്ടി എന്നാണ്, ഒരു കളിയാക്കിയിട്ട് വിളിക്കും പോലെയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷ അതാണ്. പക്ഷേ നമുക്കതൊരു പുതുതായിട്ട് തോന്നാറില്ല. ആരെങ്കിലും പ്രൈവേറ്റിൽ നിന്ന് വിളിക്കുമ്പോൾ എനിക്കത്, കാരണം എൻ്റെ അനിയത്തി തന്നെ എങ്ങനെയാണ് വിളിക്കുന്നത്, അപ്പോൾ അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ ആ വാക്കുകളൊക്കെ ഇതിൽ വരണം എന്നുള്ളൊരു വിചാരം എനിക്കുണ്ടായിരുന്നു നമ്മുടെ കഥയിൽ. അതുപോലെ പല വാക്കുകളുണ്ട് കുറേ. ഞാൻ വെറ്റിലക്കെട്ട് നമ്മൾ പണ്ട് കല്യാണത്തിന് കൊടമുറി, വെറ്റിലക്കെട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ വാക്കുകളെല്ലാം അന്യം നിന്ന് പോവുകയാണ് ഇപ്പോഴേ. അപ്പോൾ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട അത്തരം വാക്കുകളൊക്കെ വരണം. അത് ഞാനിതൊരു പ്രസിദ്ധീകരിക്കുന്നുള്ളൊരു വിചാരത്തോടു കൂടിയൊന്നല്ല എഴുതിയത്. എൻ്റെ മക്കളും അതുപോലെ തന്നെ അവരുടെ കുട്ടികളും ഈ കാര്യങ്ങളൊക്കെ അറിയണം. അവർ ഈ അമ്മമ്മ എങ്ങനെയാണ് ജീവിച്ചത്, കാരണം അവർക്കൊന്നും മലയാളം അറിയില്ല. എത്ര നിർബന്ധിച്ചിട്ടാണ് ഞാൻ അവരെ മലയാളം പഠിപ്പിക്കുന്നത് അറിയോ? കാരണം എല്ലാം മീഡിയം ഇംഗ്ലീഷായി പോയില്ലേ. അപ്പോൾ അവരുടെ എത്ര വാക്കുകളാണ് അവർക്ക് മിസ്സായി പോകുന്നത്, നമ്മുടെ പഴയ മലയാളം വാക്ക്. അപ്പോൾ അത് ആ ഒരു ഇത് വരരുത് വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ കഥയൊക്കെ എഴുതിയത്. കുറച്ച് കൂടുതൽ കഥകൾ എഴുതിയിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത കുറച്ച് ഇതുള്ളത് മാത്രമേ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. കാരണം പ്രസിദ്ധീകരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട്. മാഷ് പറഞ്ഞ പോലെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒന്നാമത് ഇവിടെ നാട്ടിലില്ല, അവിടെ തിരുവനന്തപുരത്താണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വേണം എല്ലാത്തിനും. മറ്റെല്ലാ കാര്യം ഞാൻ പറഞ്ഞൊന്നും ചെയ്യില്ലെങ്കിൽ ഇതിനെന്തോ ഹസ്ബൻഡ് വളരെയധികം താല്പര്യത്തോടെ ചെയ്തു തന്നു. അതുകൊണ്ടാണ് ആ പുസ്തകം എടുക്കാൻ, ഇത് ഇങ്ങനെ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത്. ഇനിയിപ്പം മാഷ് പ്രശാന്ത് ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. പ്രശാന്ത് പറഞ്ഞു, അതായത് കറൻറ്റ് പൊളിറ്റിക്സ് അതിലൊക്കെ വരണമെന്ന്. കാരണം എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, നിങ്ങൾക്കറിയാം. ഞാൻ പൊതുവേ ഒരു
അന്തർമുഖിയാണെന്ന എൻ്റെ തന്നെ ഒരു വിചാരം. കാരണം പൊതുവെ പണ്ടത്തെ ഒരു സംസ്കാരത്തിൽ തന്നെയാണ് ഞാൻ വളർന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ കോളേജിൽ പോകുന്ന സമയത്തായാലും എൻ്റെ ബസ് സ്റ്റോപ്പ് കുണ്ടൻകോയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ മാത്രമാണ് ഒരാൾ ബസ് കയറാൻ കോളേജിലേക്ക് ബസ് കയറാൻ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സ്കൂളിൽ പോകാനും അതുപോലെ തന്നെ പഠിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം, മറ്റുള്ളവരുമായിട്ട് പെരുമാറാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾ ഒരുപാട് നെരിക്കാടെന്ന് പറഞ്ഞാൽ വീടെന്ന് പറഞ്ഞാൽ ഒരുപാട് ബന്ധുക്കളുള്ള ഒരു ഭാഗത്താണ്. അപ്പോൾ അങ്ങനെ ആരുമായിട്ടൊരു സമ്പർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ കൊണ്ടുവരുന്ന ഈ ലൈബ്രറിയിലെ പുസ്തകം, അതുപോലെ തന്നെ ഏട്ടന്മാരൊക്കെ കൊണ്ടുവരുന്ന പുസ്തകം, അവരുടെ കോളേജ് മാഗസീനിലെ കഥകൾ, ഇതൊക്കെയാണ് ഞാൻ വായിക്കാറ്. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെയധികം, ഈ ചെറുകഥകൾ എനിക്ക് പണ്ടേ വളരെയധികം ഇഷ്ടമായിരുന്നു. കഥകൾ നോവൽ വായിക്കുന്നതിനേക്കാളും ചെറിയ ചെറിയ കഥകൾ, ആ ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഷിഫ്റ്റാണ്. അധികം എല്ലാവരും പെട്ടെന്നൊന്നും പരിചയപ്പെടാൻ എനിക്ക്